ഐഡിയസ് പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെടികളിൽ ധാരാളം വളർച്ചയ്ക്കും അതുപോലെ തന്നെ ധാരാളം പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മിറാക്കിൾ ഫെർട്ടിലൈസറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ചാനൽ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ ചാനൽ കണ്ട് കോമൻറ്റുകളിൽ കൂടിയിട്ട് അഭിപ്രായം അറിയിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളിതുപോലെ തന്നെ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ വീഡിയോസും മറ്റും എല്ലാം ഇതിൽ ഇടുന്നതായിരിക്കും. ഫ്ലവറിങ് ടിപ്സും ഫെർട്ടിലൈസിങ്ങും എല്ലാം കാര്യങ്ങളും ഇതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മഴ കഴിഞ്ഞ് പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഒരു സെറ്റ് പൂക്കൾ പൂത്ത് കഴിഞ്ഞതാണ് ഈ ബൊഗൈൻവില്ലയൊക്കെ. നമ്മൾക്കതിനായിട്ട് ആദ്യം ഈ ചെറിയ ടിപ്പ് മാത്രം സോഫ്റ്റ് പ്രൂണിങ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ കൊമ്പുകൾ സോഫ്റ്റായിട്ട് അതിൻ്റെ തലപ്പ് മാത്രം കട്ട് ചെയ്തതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. ആ ബക്കറ്റ് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന ഫെർട്ടിലൈസർ, ഇതാണ് ആ മിറാക്കിൾ ഫെർട്ടിലൈസർ 19 NPK വളം. ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ നമുക്ക് ഫോളിയർ സ്പ്രേ ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ടും 15 ദിവസം കൂടുമ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ചയും ധാരാളം പൂക്കളും ഉണ്ടാവും. പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ചയും പൂക്കൾക്ക് വ്യത്യാസം, ചെടികൾക്കുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളമാണ് ഇത് കൊടുക്കുന്നത്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചെടിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം അത് അടിയിൽ കൂടി പുറത്തേക്ക് വരാത്ത വിധം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് എൻ്റെ അടീനിയത്തിൽ ചെറിയൊരു ചെടി അടീനിയമാണ്, അതിൽ ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും പൂക്കളുണ്ടാകുന്നതിനും അല്ലാത്ത ഇലച്ചെടികൾക്കും എല്ലാം വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണിത്. ഇത് എൻ്റെ യെല്ലോ ബ്രൈഡൽ ബൊക്കെ അതൊന്ന് പറയും, പക്ഷേ എനിക്ക് ശരിക്കും അറിയില്ല ഇത് ബ്രൈഡൽ ബൊക്കെ തന്നെയാണോ എന്ന്. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കോമൻറ്റിൽ കൂടിയിട്ട് പറയണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.